യൂറോപ്പിലെ പല രാജ്യങ്ങളിലും കുടിയേറ്റ വിരുദ്ധ സമരം ആളിക്കത്തുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ബ്രിട്ടനിൽ, ഫ്രാൻസിൽ, അയർലൻഡിലടക്കം പലയിടത്തും ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടുത്തെ കുടിയേറ്റക്കാർക്കെതിരെ രംഗത്തിറങ്ങിയിട്ടുള്ളത്. അതിന് തുടക്കം കുറിച്ച ചില സംഭവങ്ങൾ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ, വടക്കൻ ബെൽഫാസ്റ്റിൽ ഒരു കുടിയേറ്റക്കാരൻ, സുഡാൻകാരൻ അവിടുത്തെ വാസിയായിട്ടുള്ള ഒരാളുടെ കണ്ണിന് നേരെ കത്തി കൊണ്ട് കുത്തുകയും ഒരു കണ്ണ് നഷ്ടപ്പെടുകയും ചെയ്ത സംഭവത്തോടെയാണ് ബെൽഫാസ്റ്റിൽ ആക്രമണം തുടങ്ങിയത്. കുടിയേറ്റ വിരുദ്ധരായിട്ടുള്ള വെളുത്ത വംശജർ കൂട്ടം കൂടി പ്രകടനം നടത്തി ബസ്സുകൾ കത്തിക്കുന്നു, കുടിയേറ്റക്കാരുടെ വീടുകൾ കത്തിക്കുന്നു, അതുപോലെ തന്നെ അവരെ ആക്രമിക്കുന്നു. ഈ തരം സംഭവങ്ങളാണ്. അതിപ്പോൾ ബ്രിട്ടനിലേക്ക്, യു കെയിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. യു കെയിൽ ബ്രൈറ്റനിൽ ഞാൻ ഈ സംസാരിക്കുമ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നതിൻ്റെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഇത് 300 പേരാണ് കുടിയേറ്റ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തത്. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തിയ കുടിയേറ്റക്കാരായിട്ടുള്ള ആൾക്കാർ വർഗീയ വംശീയ വിവേചനത്തിനെതിരെ, ആൻറ്റി റേസിസത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പുറത്ത് 300 പേർ കൂടിയെങ്കിൽ കുടിയേറ്റക്കാർ 4000 5000 കൂടിയത്. ഇതിൽ അറ്റാക്ക് നടന്നതിൻ്റെ പേര് രണ്ട് കൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടി, നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല. ഫ്രാൻസിൽ ഇതുപോലെ സംഭവിച്ചതാണ്. നേരത്തെ കുടിയേറ്റക്കാരും കുടിയേറ്റ വിരുദ്ധരും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ കുടിയേറ്റക്കാരായിട്ടുള്ള ഏതോ 1-2 പേർ എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ അത് ഒരു കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭമായി വളരുന്നുവെന്നാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ യൂറോപ്പിൽ മുഴുവൻ ആ തരത്തിൽ ഉള്ള ഫാർ റൈറ്റ് വലതുപക്ഷ രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രസക്തി ലഭിക്കുന്നു. ബ്രിട്ടനിൽ പരമ്പരാഗതമായിട്ട് ഉള്ളത് അവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടി, യാഥാസ്ഥിക പാർട്ടിയും ലേബർ പാർട്ടിയാണ്. ലേബർ പാർട്ടിയുടെ കെയർ സ്റ്റാർമറാണ് അവിടെ പ്രധാനമന്ത്രിയായി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ഭരിക്കുന്നത്. പക്ഷെ അവർക്കൊക്കെ വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് ദി ഗ്രീൻസ്, ദ റിഫോമിസ്റ്റ് എന്ന പാർട്ടികൾ വരുന്നു. അവർ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിച്ചു കയറുന്നു. എന്തായാലും ഇവരുടെ പിന്നിൽ വലിയ സപ്പോർട്ട് ഈ വലതുപക്ഷ വംശജരായിട്ടുള്ള കുടിയേറ്റക്കാരുടെ ആവശ്യമില്ല, അവരൊക്കെ തിരിച്ച് അതാത് രാജ്യങ്ങളിലേക്ക് വിടണം എന്ന് പറയുന്ന തരത്തിലുള്ളതാണ്. ഇന്ത്യക്കാർ, മലയാളികളൊക്കെ ഒരുപാട് ബ്രിട്ടനിലും അയർലൻഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ വരുന്നത് കുടിയേറ്റക്കാരായിട്ടുള്ള, അവിടെ പഠിക്കാൻ ചെല്ലുന്ന വിദ്യാർത്ഥികൾ, അവിടെ ജോലി നേടിയിട്ടുള്ള ഇന്ത്യക്കാർ ഒക്കെ ഭീഷണിയാണ്. അപ്പം അതിനെതിരെയുള്ള ഒരു വലിയ നീക്കം നടക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചിട്ടുള്ള ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യൂറോപ്യൻ സന്ദർശനം പ്രധാനമായി ഫ്രാൻസിലേക്കും സ്ലോവാക്യയിലേക്കുമാണുള്ളത്. അത് ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. പ്രധാനമായിട്ട് ഇൻ്റർനാഷണൽ സോളിഡാരിറ്റി, അന്താരാഷ്ട്ര തലത്തിലുള്ള ഐക്യദാർഢ്യമാണ് ഈ സമ്മേളനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ച. G7 സമ്മേളനത്തിൽ ഈ ജൂൺ 16-17 തീയതികളിൽ പാരീസിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫ്രാൻസിൽ അവിടുത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി തന്ത്രപ്രധാനമായിട്ടുള്ള ചർച്ചകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റഫേൽ വിമാനങ്ങളടക്കം വാങ്ങിയിരിക്കുന്ന ഫ്രാൻസിൽ നിന്നാണ്. നേരത്തെ മിറാഷ് 2000 എന്ന അത്യാധുനിക യുദ്ധവിമാനം വാങ്ങിയതും ഫ്രാൻസിൽ നിന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇത് വാങ്ങുന്നത് ഫ്രാൻസിൽ നിന്നാണ്. മറ്റ് കാര്യങ്ങളൊക്കെ ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വാങ്ങുന്നുണ്ടെങ്കിലും റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളും സാമഗ്രികളൊക്കെ വാങ്ങുന്നത് ഫ്രാൻസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുന്ന സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അവിടെ 2-3 സമ്മേളനങ്ങൾ, G7 സമ്മിറ്റ് നടക്കുന്നു, അതിൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ ഭാരത് ടെക് എന്ന പേരിൽ ഒരു സ്റ്റാർട്ടപ്പ് ടെക്നോളജി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഇമ്മാനുവൽ മാക്രോണോടൊപ്പം അതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസുമായിട്ട് വലിയ ചർച്ചകൾ നടക്കും. ഫ്രാൻസിലും ഈ പറഞ്ഞ പോലെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ സ്ഥലമാണ്. ബ്രിട്ടനിൽ ഇത്തവണ യാത്രയില്ല. സ്ലോവാക്യ 1993 സ്വതന്ത്രമായത്. ആ രാജ്യത്തേക്ക് എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. സ്ലോവാക്യയുമായിട്ട് ആ രാജ്യവുമായിട്ടൊരു പുതിയ ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ്.
വാണിജ്യ രംഗത്തും മറ്റ് മേഖലകളിലും സ്ഥാപിക്കുക. അവിടെ നമ്മൾ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യൂറോപ്യൻ സന്ദർശന സമയത്ത് തന്നെയാണ് ഈ ബ്രിട്ടനിലൊക്കെ ഈ കുടിയേറ്റ അതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതല്ല, യാദൃച്ഛ്യമായി സംഭവിച്ചു പോയി. ഒരുപക്ഷെ അത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഈ സന്ദർശനത്തിനുണ്ട്. എന്തായാലും കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം അയച്ചുവിടുന്നതിന് പിന്നിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ അടക്കമുള്ള പല രാജ്യങ്ങളിലെയും ഫാർ റൈറ്റ് അല്ലെങ്കിൽ വലതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് മുന്നിൽ. യൂറോപ്യൻ പാർലമെൻറ്റിൽ തന്നെ അവർ ഭൂരിപക്ഷം നേടുന്ന അവസ്ഥയിലെത്തി. ഇറ്റലിയിലെ വലതുപക്ഷ ഇതായിട്ടുള്ള ജോർജി മെലോനിയാണ് അവിടുത്തെ വനിതാ പ്രധാനമന്ത്രിയായിട്ട് എത്തിയിട്ടുള്ളത്. മറ്റു പല രാജ്യങ്ങളിലും വലതുപക്ഷ ചിന്താഗതിക്കാർ മുന്നേറുന്നുണ്ട്. പക്ഷേ ഫ്രാൻസിൽ ഇമ്മാനുവൽ മാക്രോൺ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ആ ഒരു നീക്കത്തിന് അല്പം തടയിട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഏഷ്യയിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്നൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഇസ്ലാം മതവിശ്വാസികൾ, മറ്റു വിശ്വാസികളൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഹൈന്ദവ മതവിശ്വാസികളൊക്കെ എത്തിയത് അവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ അസ്വസ്ഥതയുണ്ടാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണമുണ്ട്. പക്ഷേ ഇത് മതപരമായിട്ടുള്ള എതിർപ്പിനേക്കാൾ വംശീയമായ എതിർപ്പാണ്. കറുത്ത വംശജർക്കെതിരെ, ബ്രൗണിഷായിട്ടുള്ള ഏഷ്യക്കാർക്കെതിരെ, ആഫ്രിക്കക്കാർക്കെതിരെ ഉള്ള ഒരു നീക്കമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. എന്തായാലും യൂറോപ്പിൽ ആ തരത്തിൽ ഇത് നടക്കുന്നതിനെതിരെ അതിശക്തമായ ഭാഷയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാഡ്രിഡ് അടക്കം സ്പെയിനിൽ സന്ദർശനം നടത്തിയ ലിയോ 14 മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കുടിയേറ്റക്കാരോട് ഈ വിവേചനം കാണിക്കുന്നത് തെറ്റാണ്. അഭയാർത്ഥികളായിട്ട് വരുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർ കാനറി ദ്വീപുകളിൽ മറ്റിടത്തൊക്കെ അവർ ഭക്ഷണം കിട്ടാതെയും പട്ടിണി കിടന്നും മരിച്ചു പോകുന്നു. അതുകൊണ്ട് കുടിയേറ്റക്കാരുടെ മേഖലകൾ സന്ദർശിച്ച് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന വലിയൊരു നടപടി ലിയോ 14 മാർപ്പാപ്പ ഇറ്റലിയിൽ നിന്ന്, റോമിൽ നിന്നെത്തി അത് നടത്തിയിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെ സന്ദർശനത്തോടെ നടക്കുന്ന സമയങ്ങളിലൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ടുള്ള നിലപാടാണ് അമേരിക്കക്കാരനായിരുന്നിട്ടും ലിയോ 14 മാർപ്പാപ്പ എടുക്കുന്നത്. ഈ വെളുത്ത വംശീയതയുടെ പേരിൽ കറുത്ത വംശജരെയും മൂന്നാം ലോക രാജ്യത്ത് നിർത്തുന്നവരെയും കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പേരിൽ ടാർഗറ്റ് ചെയ്യുന്നതിനെതിരെ അതിശക്തമായ സന്ദേശം ഇങ്ങനെയുള്ള ലോക നേതാക്കൾ നൽകുന്നുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യ യൂറോപ്പുമായിട്ട് ഒരുപാട് തരത്തിലുള്ള സ്വതന്ത്ര കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. യൂറോപ്യൻ കമ്മീഷനുമായിട്ട്, ബ്രിട്ടനുമായി സ്വതന്ത്ര വ്യാപാര കരാർ. എന്തായാലും യൂറോപ്പിന് ഇന്ത്യയെ കൊണ്ട് ആവശ്യമുണ്ട്. അവിടെ എല്ലാം കൂടി 36-40 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. ഇത്രയും വലിയ മാർക്കറ്റ് വെറുതെ കളയാൻ യൂറോപ്പിന് താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഈ ട്രംപിൻ്റെ നികുതിയും ചുങ്കമൊക്കെ വന്നോടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വാണിജ്യ രംഗത്തുള്ള ഇത് വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ കുടിയേറ്റത്തിനെതിരെയുള്ള നീക്കങ്ങൾ വളരെ കരുതലോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായാൽ അതിനെ പെരുപ്പിച്ച് അവിടുത്തെ കുടിയേറ്റക്കാരെ പറഞ്ഞുവിടുന്ന ഒരു സംസ്കാരം വളർന്നു വരികയാണ്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള മുന്നേറ്റമുണ്ട്. എന്തായാലും മറ്റ് സ്ഥലങ്ങൾ, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ കുടിയേറ്റ പ്രക്ഷോഭങ്ങൾ ശക്തമാവില്ല. ഓസ്ട്രേലിയയിൽ ചെറിയ സംഭവങ്ങൾ ചിലയിടത്ത് നടന്നെങ്കിൽ അതൊക്കെ കെട്ടടങ്ങിപ്പോയി. കാരണം ഓസ്ട്രേലിയയിൽ നല്ലൊരു ശതമാനം ഇന്ത്യക്കാരുണ്ട്, മറ്റ് രാജ്യക്കാരുണ്ട്. ഓസ്ട്രേലിയയിലെ നാട്ടുകാരെന്ന് പറയുന്നവർ അത്ര തരത്തിൽ ശക്തർ അല്ലതാനും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഇതായിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. കാനഡയിലും അതാണ്. കാനഡയിൽ ഇന്ത്യൻസ് എന്നറിയപ്പെടുന്ന റെഡ് ഇന്ത്യൻസ് ഇന്നിപ്പോൾ പ്രയോഗിക്കാറില്ല. എന്തായാലും അവിടുത്തെ ആദിവാസികളായിട്ടുള്ള ആൾക്കാരാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മുന്നുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ. പിന്നെയുള്ളവരൊക്കെ വന്നവരാണ്. വെളുത്ത വംശജരായാലും കറുത്ത വംശജരായാലും ഇന്ത്യക്കാരായാലും ഏഷ്യയിൽ നിന്നുള്ള മറ്റു ചൈനക്കാരായാലും ഒക്കെ അവിടെ എത്തിയവരാണ്. കാനഡയിൽ ഒരു ബഹുവംശ തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ കമ്മ്യൂണിറ്റിയാണുള്ളത്. അതുകൊണ്ട് കാനഡയിൽ വർഗീയ പ്രക്ഷോഭങ്ങൾ വളർന്നു പിടിക്കാനുള്ള സാധ്യത കുറവാണ്. സിഖുകാരുടെ ചില നീക്കങ്ങൾ അവിടെ ചെറിയ അസ്വസ്ഥത സൃഷ്ടിച്ചെങ്കിലും അതൊക്കെ അടങ്ങിയിരിക്കുകയാണ്. ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെയുള്ള സിഖ് തീവ്രവാദികളുടെ നീക്കത്തെ അനുകൂലിക്കുന്ന നിലപാടുകളെടുത്തത് ഇന്ത്യ സർക്കാരിനെ കാനഡയ്ക്കെതിരെയുള്ള നീക്കത്തിൽ അല്പം
അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. പക്ഷേ ജസ്റ്റിൻ ട്രൂഡോ മാറുകയും മാർക്ക് കാർണി അതേ പാർട്ടിയുടെ തന്നെ നേതാവായി വരികയും ചെയ്തതോടെ ഇപ്പോൾ കാനഡ കുറച്ചുകൂടിയും ഒരു ബഹുശ്രുതയെ അംഗീകരിക്കുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ പഠിക്കാനും ജോലി ചെയ്യാനുമായിട്ട് അവിടെയുണ്ട്. അവർ പലരും അവിടുത്തെ സിറ്റിസണാണ്. അവിടുത്തെ സിഖ് വംശജരായിട്ടുള്ള 25-ലേറെ MP മാരുണ്ട്, 4 മന്ത്രിമാരുണ്ട്. എന്തായാലും അവിടുത്തെ കമ്മ്യൂണിറ്റി, ഇന്ത്യൻ കമ്മ്യൂണിറ്റി വളരെ ആക്റ്റീവാണ് കാനഡയിൽ. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ഈ തരത്തിൽ കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങൾ തുടങ്ങാൻ ഒരു കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ പല രാജ്യങ്ങളിലേക്കും അനധികൃതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുടിയേറ്റക്കാരായിട്ടുള്ള ആൾക്കാരെ വിമാനത്തിൽ കയറ്റി ചങ്ങലക്കിട്ട് കൊണ്ട് പറഞ്ഞയച്ചത് വലിയ വിവാദമായിരുന്നു. ഇന്ത്യയായിട്ട് നല്ല ബന്ധം പുലർത്തുമ്പോൾ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ ചങ്ങലക്കിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത് വലിയ വിവാദമായി മാറിയതാണ്. എന്തായാലും ട്രംപ് കൊളുത്തിവിട്ട ഒരു കുടിയേറ്റ വിരുദ്ധ നീക്കമാണ് ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ പറന്നു പിടിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ അത് ഒരു വിധത്തിൽ കെട്ടടങ്ങിയിരിക്കുകയാണ്. കാരണം ട്രംപിൻ്റെ നിലപാടുകളോട് വിയോജിക്കുന്നവരാണ് ഇപ്പോൾ ഭൂരിപക്ഷം. ട്രംപ് തുടക്കത്തിൽ അത് കൈയടിക്ക് വേണ്ടി ചെയ്തെങ്കിലും അദ്ദേഹത്തിനെ ജയിപ്പിച്ചതിൽ കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങൾ, കുടിയേറ്റം പലയിടത്തും തടയുന്നു, മെക്സിക്കോയിൽ നിന്ന് സൗത്ത് അമേരിക്കയിലെ പല രാജ്യങ്ങളിൽ നിന്നും വരുന്നവരെ തടഞ്ഞു വെക്കുന്നു, അതൊക്കെ ട്രംപിന് കുറച്ച് കയ്യടി നേടിക്കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. IT പോലുള്ള മേഖലകളിൽ ആൾക്കാരെ കിട്ടാനില്ല. ഇന്ത്യയോടൊക്കെ H1B വിസയുടെ കാര്യത്തിൽ എടുത്ത നിലപാടുകൾ വലിയ രീതിയിൽ ഷോർട്ടേജ് അല്ലെങ്കിൽ നല്ല സ്കിൽഡായിട്ടുള്ള കഴിവുള്ള IT രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള ഇന്ത്യക്കാരെ അവിടെ കിട്ടാത്തൊരവസ്ഥ വരികയും പല അന്താരാഷ്ട്ര കമ്പനികളും ട്രംപിൻ്റെ നയത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഈയിടെ ട്രില്യണയറായി മാറിയ ഇലോൺ മസ്ക് പോലും അദ്ദേഹത്തിൻ്റെ കമ്പനികൾ ഓടിച്ചതിന് വലിയൊരു പങ്ക് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ സേവനം ലഭിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കമ്പനികൾ നടത്തുന്ന ട്രാൻസ്നാഷണൽ കമ്പനികളൊക്കെ ട്രംപിൻ്റെ നയത്തിനെതിരെ രംഗത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാനായിട്ട്. എന്തായാലും അമേരിക്കയിൽ തുടങ്ങി വെച്ച കുടിയേറ്റ വിരുദ്ധ നീക്കം ഇപ്പോൾ യൂറോപ്പിലേക്ക് പടർന്നു വരുന്നു. അത് ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും അയർലൻഡിലൊക്കെ വ്യാപിക്കുന്നത് ഒട്ടും ഗുണകരമായ കാര്യമല്ല. അത് യൂറോപ്പിനും ഗുണമല്ല, കുടിയേറ്റക്കാരായ ആൾക്കാർക്ക് അത് ദോഷമായി ബാധിക്കുന്നു. അത് അക്രമാസക്തമായി പോകുന്നു. അതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. അവിടെ സ്ഥാപനങ്ങൾ, വീടുകൾ, അതുപോലെ തന്നെ ബസ്സുകൾ, കാറുകൾ, ട്രാമുകൾ ഒക്കെ കത്തിക്കുന്ന തരത്തിലേക്ക് ഇത് ആളിക്കത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും തടയപ്പെടേണ്ടതാണ്.